പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പെൻഷൻ റീഫണ്ട് വിതരണോദ്ഘാടനം നടന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പെൻഷൻ റീഫണ്ട് വിതരണോദ്ഘാടനവും രജിസ്ട്രേഷൻ കുടിശ്ശിക നിവാരണ ക്യാമ്പും സംഘടിപ്പിച്ചു. പറവൂർ മുനിസിപ്പൽ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് R. സുലേഖ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയുടെ നോർത്ത് പറവൂരിൽ വെച്ച് ഇന്ന് നമ്മളിവിടെ തൊഴിലാളികളുടെ അംഗത്വവും കുടിശ്ശിക നിവാരണവും ഒപ്പം ആനുകൂല്യ വിതരണ മേളയുമാണ് നടത്തുന്നത്. അതിലിന്ന് 18 തൊഴിലാളികൾക്ക് റീഫണ്ട് ആനുകൂല്യവും 8 തൊഴിലാളികൾക്ക് പെൻഷനും 1 തൊഴിലാളിക്ക് വിവാഹ ധനസഹായവുമാണ് നൽകിയിട്ടുള്ളത്. നമ്മളിന്ന് ഈ മുനിസിപ്പൽ സ്റ്റാൻഡിൽ വെച്ച് ഈ ആനുകൂല്യ വിതരണ മേള നടത്തിയത് മറ്റുള്ള തൊഴിലാളികളിലേക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും. VC പത്രോസ് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദ് സ്വാഗതം പറഞ്ഞു. PK സുരേന്ദ്രൻ, പറവൂർ ആന്റണി, KG ഹരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മോട്ടോർ തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പെൻഷൻ വിതരണവും ചെയ്യുകയും പുതിയ അംഗങ്ങളെ ചേർക്കുകയും പഴയത് പുതുക്കുകയും ചെയ്തു. അംഗങ്ങളെ ചേർക്കുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും മുടങ്ങിക്കിടക്കുന്ന അംഗങ്ങൾക്ക് അത് പുതുക്കി നൽകുന്നതിനും വേണ്ടി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ന്യൂസ് ബ്യൂറോ, പറവൂർ.